മനുഷ്യനെയും പ്രകൃതിയെയും കൊല്ലുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്ര വലിച്ചെറിയരുതെന്ന് പറഞ്ഞാലും നമ്മൾ അതേ ചെയ്യും. എങ്കിൽ പിന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ? എറണാകുളം സൗത്ത് ഡിവിഷനിലെ 62-ാം വാർഡ് കൗൺസിലർ പത്മജയുടെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. ഇപ്പോൾ ഈ വാർഡിലെ ജനങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിരഞ്ഞുപിടിച്ച് അത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനുള്ള തിരക്കിലാണ്. എന്താണ് ആശയം എന്നല്ലേ കണ്ടുനോക്കാം. നമ്മുടെ ഭൂമിയെയും വായുവിനെയും വെള്ളത്തെയും ഏറ്റവും അധികം മലിനമാക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്. എല്ലാവരും സമ്മതിക്കുന്നതാണ്. അതുണ്ടാക്കുന്ന അപകടം, അത് അന്തരീക്ഷത്തിൽ കലർക്കുന്ന വിഷം, ഇതൊക്കെ മനുഷ്യജീവനെ വളരെയധികം അപകടത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതുപോലെ സംഭരിച്ച് അതിനാവശ്യമായ തരത്തിൽ അത് നശിപ്പിക്കുന്ന ഒരു സമ്പ്രദായം വളരെ 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 ഒരു മേന്മയേറിയ പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. പക്ഷേ മനുഷ്യരുടെ വാക്കുകൾ മാത്രമേ കയ്യിലുള്ളൂ. അതുകൊണ്ട് ആ വാക്ക് അതിനെ ഏറ്റവും അധികം ഞാൻ പ്രശംസിക്കുകയും അവരുടെ പുണ്യത്തെ വാഴ്ത്തുകയും അവർക്ക് ശുഭ നേരുകയും ചെയ്യുന്നു. തന്റെ വാർഡ് പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ വെൽത്ത് ഫ്രം വേസ്റ്റ് എന്ന പദ്ധതി കൗൺസിലർ പത്മജ എസ് മേനോൻ ആരംഭിച്ചത്. ഒരു പ്ലാസ്റ്റിക് പോലും അലക്ഷ്യമായി വലിച്ചെറിയാതെ ഉത്സാഹപൂർവ്വം അത് ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനാണ് പോയിന്റ്. തുടർന്ന് പോയിന്റ് അടിസ്ഥാനത്തിൽ സമ്മാനവും ലഭിക്കും. കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്കൂളുകളിൽ തുടങ്ങാനാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കുട്ടികളില്ലാത്ത വീട്ടുകാർക്ക് നമ്മളതെങ്ങനെ പ്രായോഗികമാക്കാമെന്ന്. അപ്പോൾ സ്കൂളിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ എൻ്റെ ഡിവിഷനിൽ 1000-ഓളം വീടുകളുണ്ട്, അവിടെയും ഇത് കൊടുക്കാം. അപ്പോൾ അമ്മമാർക്കും അച്ഛന്മാർക്കാണെങ്കിലും വലിയ കുട്ടികളുള്ള ആൾക്കാർക്കാണെങ്കിലും അതെടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുപ്പികൾ. സമ്മാനം ലഭിക്കാൻ പ്രത്യേകിച്ച് കഷ്ടപ്പാടുകളൊന്നുമില്ല, ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇതാണ് നമ്മളെല്ലാ വീട്ടിലും കൊടുത്തിരിക്കുന്ന കാർഡ്. 1 ലിറ്റർ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ 1 പോയിന്റ്, 1 ലിറ്ററിന് മുകളിലേക്ക്, 1 ലിറ്റർ താഴെയാണെങ്കിൽ 2 ബോട്ടിലിന് 1 പോയിന്റ്. അതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ, നമ്മുടെ പഞ്ചസാര, ഗോതമ്പ് പൊടി അങ്ങനെയൊക്കെ മേടിക്കുന്ന, ഈവൻ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന പച്ചക്കറിയൊക്കെ വെള്ള കവറില്ലേ, അത് 3 കൊടുത്ത് 1 പോയിന്റ്. അങ്ങനെ 5 പോയിന്റ് ആകുമ്പോൾ ഒരു പേന, 10 പോയിന്റ് ആകുമ്പോൾ ഒരു കുഞ്ഞു പുസ്തകം. ചൊവ്വാഴ്ച ദിവസം ഹരിതകർമ്മസേന അംഗങ്ങളെ കാത്തിരിക്കുന്നവരിലധികവും കുട്ടികളാണ്. വിദ്യാർത്ഥികളടക്കം സമ്മാനങ്ങൾ നേടാനുള്ള തിരക്കിലാണ്. നിങ്ങളിങ്ങനെ വേസ്റ്റ് ഒക്കെ കൂട്ടി വെച്ച് ആന്റിമാർക്ക് കൊടുക്കാറുണ്ടോ? എപ്പോഴൊക്കെയാ കൊടുക്കുന്നത്? ചൊവ്വാഴ്ച. എന്തൊക്കെ കൂട്ടി വെക്കുന്നത്? കുപ്പികള്, പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇവിടെ ഉപയോഗിക്കുന്നത്. പോയിന്റ് അധികം നേടുന്നവർക്ക് നോട്ട് ബുക്ക്, പേന തുടങ്ങിയവയാവും സമ്മാനങ്ങൾ ലഭിക്കുക. ഏറ്റവും ഒടുവിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ വിജയികളാകുന്നവർക്ക് വിദേശ രാജ്യങ്ങൾ കുടുംബസമേതം സന്ദർശിക്കാനുള്ള അവസരവും ലഭിക്കും. അവസാനം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു യാത്ര. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അവർക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ചേർന്നൊരു യാത്ര. ഇരുകൈയും നീട്ടിയാണ് ഓരോ കുടുംബാംഗങ്ങളും കൗൺസിലറുടെ ഈ ആശയത്തെ സ്വാഗതം ചെയ്തത്. കഴിഞ്ഞ ആഴ്ച തൊട്ടാണ് ഞങ്ങളുടെ കൗൺസിലർ പത്മജ മാഡം പറഞ്ഞത്, ഇങ്ങനെ പ്ലാസ്റ്റിക് വെൽത്ത് ഫ്രം വേസ്റ്റ്, ഇതിൽ എല്ലാം വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് ഇടണം. വളരെ നല്ലൊരു പ്രോഗ്രാം. നല്ല മാറ്റങ്ങൾക്ക് പുതിയ തുടക്കം, നല്ല ശീലങ്ങൾ, അതുതന്നെയാണ് ഒരു വാർഡ് മുഴുവനും ലക്ഷ്യം വെക്കുന്നത്. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം സ്നേഹ മൊളൈന, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ഉത്തരവാദിത്വ ബോധമാണ്. നമ്മുടെ ചുറ്റും മാത്രമല്ല, നമ്മുടെ നാടും ഒക്കെ വൃത്തിയായി നിൽക്കണം. അതിനെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ ആളുകളെ അതിനെ പ്രേരിപ്പിക്കുക കൂടിയാണ് കൗൺസിലർ സ്നേഹ. എനിക്ക് തോന്നുന്നു മറ്റു ഇടങ്ങളിലേക്കുമൊക്കെ പ്രാവർത്തികമാക്കാവുന്ന കാര്യമാണ്. ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ തന്നെ ഉപകരിക്കുന്ന ഒരു പദ്ധതിയാണല്ലേ? ഹരിതകർമ്മസേനാംഗങ്ങളൊക്കെ എല്ലായ്പ്പോഴും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന മാലിന്യങ്ങളും ഒക്കെ എടുക്കാൻ വരാറുണ്ട്. പക്ഷേ അധികവും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അങ്ങനെ കൊടുക്കുന്ന കാഴ്ചകളൊന്നും എപ്പോഴും കാണാറില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ, അത് കുപ്പിയായാലും അത് പ്ലാസ്റ്റിക് ആയാലും എന്ത് തന്നെയായാലും അത് കഴുകി വൃത്തിയാക്കി അവർക്ക് കൊടുക്കണം. അത്തരത്തിലൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ ആളുകളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എല്ലാവരെയുമല്ല എന്നാലും ഒരു പറ്റം ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് വഴിയിൽ ഉപേക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇതിനെയൊക്കെ എങ്ങനെ അതായത് മാറ്റം വരുത്താം എന്നൊക്കെ ചിന്തിച്ചപ്പോഴായിരുന്നു ഈ എറണാകുളം സൗത്ത് ഡിവിഷനിലെ 62-ാം വാർഡ് കൗൺസിലറായ പത്മജയ്ക്ക് ഒരു ആശയം തോന്നിയത്. അതായത് ഏതൊരു കാര്യവും സമ്മാനം കിട്ടുമെന്നറിഞ്ഞാൽ
ചെറുപ്പം മുതലാണെങ്കിലും അതായത് മുതിർന്നവർക്കാണെങ്കിലും ഈ സമ്മാനത്തോടൊക്കെ എപ്പോഴും ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും ഒരു ആകർഷണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഏറ്റവും അധികം നൽകുന്നവർക്ക്, അത് കൃത്യമായി നൽകുന്നവർക്ക് സമ്മാനം ലഭിക്കും എന്നൊരു കാര്യം കൂടി, അങ്ങനെ ഒരു ആശയമായിട്ട് അവർ മുന്നോട്ട് വന്നതെന്നുള്ള കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. കൊച്ചു കുട്ടികൾക്കാണ് ഈ നോട്ട് ബുക്കും പേനയും ഒക്കെയാണ് അതായത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, മുതിർന്നവർക്ക് വരെ അതൊരു അട്രാക്റ്റീവായിട്ടൊരു ഉള്ളൊരു കാര്യമാണ് ഈ പേനയും നോട്ട് ബുക്കും ഒക്കെ കിട്ടുക എന്നുള്ള പറയുന്നത്. വലിയ വലിയ സമ്മാനങ്ങളൊന്നുമല്ല, എന്നാലും ചെറിയ ചെറിയ സമ്മാനങ്ങളാണെങ്കിലും അത് വലിയ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വാർഡ് മുഴുവൻ ഒരുമിച്ച് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നതിനുള്ള തിരക്കിലാണ്. ചൊവ്വാഴ്ച ദിവസം ആകുന്നത് നോക്കി എല്ലാവരും കാത്തിരിക്കുകയാണ്. അതായത് ഈ ഒരു കാർഡുണ്ട്, ഈ കാർഡിലാണ് കൃത്യമായി രേഖപ്പെടുത്തുന്നത്. ഒരു മാസത്തിൽ 4 ചൊവ്വാഴ്ചയെങ്കിൽ 4 ചൊവ്വാഴ്ച കൃത്യമായ ഡേറ്റ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഡേറ്റിന് നേരെയായി ഇവരുടെ ഒപ്പ് രേഖപ്പെടുത്തും. അതായത് ഈ കളക്ട് ചെയ്യുന്ന ഏത് ഹരിതകർമ്മ സേന അംഗമാണോ അവരുടെ ഒപ്പ് അതിൽ രേഖപ്പെടുത്തും. ഇവർ വാങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. അതിനുശേഷം പോയിന്റ് നൽകും. ഇത്ര പ്ലാസ്റ്റിക് കുപ്പികളിൽ ഇത്ര കവർ നൽകുന്നതിന് 3 പോയിന്റ്, 5 പോയിന്റ്, ഇങ്ങനെയാണ് ഇവർ നൽകുക. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ ആളുകളെല്ലാം കൂടി, ഈ പോയിന്റ് ലഭിച്ച ആളുകളുടെ പേരെല്ലാം കൂടി ഇവർ നറുക്കിട്ടതിന് ശേഷം അതിൽ ഒരാളെ തിരഞ്ഞെടുക്കും. അതിനുശേഷം അവരെയും അവരുടെ കുടുംബത്തെയും ഒരു വിദേശ രാജ്യം സന്ദർശിക്കാനുള്ള അവസരം അവർക്ക് ഒരുക്കി നൽകുന്നതായിരിക്കും. അതാണ് ഈ കൗൺസിലറുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത്. അതിനായിട്ടൊരു സ്പോൺസറെ ആവശ്യമുണ്ട്. ആ സ്പോൺസറെ കണ്ടുപിടിക്കുന്നതിനുള്ള തിരക്കിലാണ് ഇവർ. ഇത് ഏറ്റവും കൂടുതൽ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളെ കാത്തിരിക്കുന്നത് മുതിർന്നവരുമുണ്ട്, പക്ഷെ എങ്കിലും കുട്ടികളാണ്. കാരണം സ്കൂൾ അടയ്ക്കാൻ പോകുന്നു, അതിനുശേഷം പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ നോട്ട് ബുക്കുകളും പേനകളും ഒക്കെ സമാഹരിക്കുന്ന തിരക്കിലും കൂടിയാണ് അവർ. ഏതായാലും വളരെ നല്ലൊരു ആശയമാണ്. ഇത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ കൂടി, അതായത് ഇപ്പോൾ എക്സസൈസ് ചെയ്യാനായിട്ട്, ഒരു ഉദാഹരണം പറയുകയാണ്, എക്സസൈസ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവർ തന്നെയായിരിക്കും അവർ. അപ്പോൾ ഈ പാട്ടൊക്കെ വെച്ച് കൂടെ തന്നെ ഈ എക്സസൈസ് ചെയ്യുന്ന ഈ സുംബ പോലുള്ള ഒരു എക്സസൈസ് രീതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. മുഖ്യമന്ത്രി പറഞ്ഞോളൂ, സുംബയൊക്കെ സ്കൂളുകളിൽ മറ്റു ലഹരികളിൽ നിന്ന് കുട്ടികളെ മാറ്റാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവലംബിക്കാം. എന്തായാലും നമുക്ക് സമ്മാനം കിട്ടുമോ കിട്ടില്ലോ രണ്ടാമത്തെ കാര്യമാണ്. അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ പങ്ക് വളരെ കൃത്യമായി നിർവഹിക്കുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ഓരോ വീട്ടുകാരും അത് കൃത്യമായി അതിന് അവരോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പെരുമാറിയാൽ തന്നെ നമ്മുടെ നാട്ടിലെ മാലിന്യ പ്രശ്നങ്ങളിൽ ഒരു വലിയ അളവോളം പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വം അത് മറക്കരുത്.